വാഹനവ്യൂഹം ഇപ്പോൾ ഹെലികോപ്റ്ററുകൾക്ക് അടുത്തേക്ക് എത്തുന്നത്. കനത്ത സുരക്ഷാ ക്രമീകരണമാണ്, പ്രത്യേകിച്ച് പഹൽഗാമിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷാ ക്രമീകരണം. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നാണ് അദ്ദേഹം അവിടേക്ക് എത്തിയത്. മിലിറ്ററിയുടെ ഹെലികോപ്റ്ററുകളാണ്. നഗരത്തിലെമ്പാടും ഇങ്ങനെയുള്ള സുരക്ഷാ ക്രമീകരണം അത് എത്രത്തോളം വലുതാണ്, ജാഗ്രത, അതെല്ലാം വലിയ പ്രകടമാക്കുന്ന ഒരു സന്ദർശനം കൂടിയായിരുന്നു. ശരിയാണ് രതീഷ്. അതായത് ഈ സാധാരണ നിലയിൽ പ്രധാനമന്ത്രി ഇതിനു മുൻപും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അന്ന് വന്ന് പോകുമ്പോൾ ഉള്ള ഒരു സുരക്ഷാ ക്രമീകരണമായിരുന്നില്ല. തുടർച്ച ഈ പഹൽഗാമിലെ വിഷയം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ സംസ്ഥാനത്ത് പലയിടങ്ങളിലായി മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ ഇന്നലെ പ്രധാനമന്ത്രി ഇന്നലെ രാത്രി കഴിഞ്ഞുകൂടിയ ഗവർണറുടെ വസതിയിലടക്കം രാജ്ഭവനിലടക്കം ബോംബ് ഭീഷണികൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നു. അത് എത്രത്തോളം ഗൗരവമുള്ള ഭീഷണിയാണ് എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് അയക്കുന്ന ഒരു സന്ദേശം ആയിരിക്കാം, പക്ഷേ അത് ഗൗരവത്തിൽ കാണാതിരിക്കാനാവില്ല. തുടർച്ചയായ ബോംബ് ഭീഷണികളുടെ പശ്ചാത്തലം, അതിനാൽ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. നമ്മൾ തിരുവനന്തപുരത്തു നിന്നും പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലാണ് ഇവിടേക്ക് എത്തുന്നതെന്ന കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രധാനമന്ത്രിക്ക് ഹെലികോപ്റ്റർ മാർഗം ഇവിടേക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ, റോഡ് മാർഗം പോരേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരുക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ നമ്മൾ കണ്ടതാണ്. വഴി നിറയെ പോലീസുകാരാണ്. ഒരു ഈച്ചക്കുഞ്ഞിന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥ എന്നൊക്കെ പറയുന്നത് പോലത്തെ സുരക്ഷാ ക്രമീകരണമാണ് ഒരുക്കിയിരുന്നത്. ഇതിനകത്തേക്ക് അത്രയധികം ആളുകൾ ഈ പരിപാടി നടക്കുന്ന സമയത്ത് എത്ര ആയിരങ്ങളാണ് കരഘോഷം മുടക്കി അവിടെ ഉണ്ടായിരുന്നതെന്ന് നമ്മൾ കണ്ടതാണ്. അങ്ങനെ അകത്തേക്ക് കയറിപ്പോയ ഓരോ ആളുകളെയും സകലമാന പരിശോധനകളും കഴിഞ്ഞ് മെറ്റൽ ഡിറ്റക്ടറുകൾ പലതും കടന്നു വേണമായിരുന്നു അവർക്ക് അകത്തേക്ക് പോകാൻ. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലായിടത്തും ഒരുക്കിക്കൊണ്ടായിരുന്നു ഈ പറയുന്ന ചടങ്ങ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. നിലവിൽ എന്തായാലും പ്രധാനമന്ത്രി മടങ്ങുന്നു. അങ്ങേയറ്റം സുരക്ഷ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്നലെ വന്നിറങ്ങിയപ്പോൾ മുതൽ കണ്ടതാണ് എത്രത്തോളം ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് എന്ന്. NSCയുടെ പരിശോധനയൊക്കെ ഇവിടെ പന്തൽ കെട്ടിയപ്പോൾ മുതൽ NSCയുടെ പരിശോധന ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വന്ന് പോകുമ്പോൾ പന്തലിൻ്റെ നിർമ്മാണ പ്രവർത്തനമൊക്കെ നടക്കുകയായിരുന്നു. അതായത് ആ പന്തൽ നിർമ്മിക്കാൻ വന്നവർ പോലും വലിയ സുരക്ഷാ വലയത്തിന് നടുവിൽ നിന്നാണ് അതെല്ലാം ചെയ്തു പോയത്. സാധാരണ നിലയിൽ പ്രധാനമന്ത്രി വരുമ്പോൾ സുരക്ഷയൊക്കെ ഉണ്ടാകാറുണ്ട്, പക്ഷേ ഇത്ര വലിയ സുരക്ഷ ഉണ്ടാകാറില്ല. പ്രധാനമന്ത്രി വാഹനത്തിൽ നിന്നും ഇറങ്ങി ഹെലികോപ്റ്ററിലേക്ക് കയറുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയങ്ങൾക്കകം തന്നെ ഈ ആകാശത്തേക്ക് 3 ഹെലികോപ്റ്ററുകളും പറന്നുയരും. ഇവിടെ നിന്നും നേരെ പോകുന്നത് വിമാനത്താവളത്തിലേക്കാണ്. അവിടെ നിന്ന് പിന്നീട് പ്രധാനമന്ത്രിക്ക് ഇന്ന് രാജ്യത്ത് വിവിധയിടങ്ങളിലായി പല പരിപാടികളുണ്ട്. ഹൈദരാബാദ് അടക്കമുള്ള സ്ഥലങ്ങളിലെ പരിപാടികളുണ്ട്. അവിടേക്ക് പ്രധാനമന്ത്രി പോകും. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം പൂർത്തിയാക്കി ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു വന്ന കാര്യം, 2 പേരുടെ പ്രസംഗങ്ങൾ, ഒന്ന് VN വാസവൻ്റെ പ്രസംഗം, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രസംഗം കൃത്യമായ രാഷ്ട്രീയ പ്രസംഗമായിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പിതൃത്വത്തിന് വേണ്ടി ആരും വരേണ്ടതില്ല. പല ആളുകളും ഇതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ശില്പി പിണറായി വിജയനാണ് എന്ന് VN വാസവൻ ഉറപ്പിച്ച് പറയുന്നു. കാലം കാത്തുവെച്ച കർമ്മയോഗി എന്നുള്ളൊരു വിശേഷണം കൂടി VN വാസവൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനുശേഷം നടന്ന പ്രസംഗം, പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക് തൊട്ട് മുൻപായി സംസാരിച്ച പിണറായി വിജയൻ്റെ സംസാരവും, അതിൽ ഉമ്മൻചാണ്ടിയുടെ പങ്കിനെ പറ്റിയൊക്കെ പലരും പറയുമ്പോൾ പോലും ഒറ്റ പരാമർശം മാത്രമാണ് അതിലുണ്ടായിരുന്നത്. നായനാർ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച ഒരു പദ്ധതിയാണ് 91. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് 2010 ഒരു ശ്രമം നടന്നു. ആ ശ്രമം പക്ഷേ വിജയിച്ചില്ല എന്നൊരു കാര്യം പറയുന്നു. അതിനുശേഷം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ രാഷ്ട്രീയ പരാമർശവും ഉണ്ടായിരുന്നു. പിണറായി വിജയനും ശശി തരൂരും ഒക്കെ ഈ വേദിയിലുണ്ട്. ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. പലരുടെയും ഉറക്കം കെടുത്തുന്നു. കോൺഗ്രസിനെ ലക്ഷ്യമിട്ടുള്ള വിമർശനവും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുണ്ടായിരുന്നു.